അമ്മേ ദുർഗാംബിയെ, ഇനി ഒരേ ഒരു പൂജയെ ബാക്കിയുള്ളൂ. അത് നടത്തരുതെന്നും പറഞ്ഞ് ചിലർ എതിർക്കുന്നത് നീ കാണുന്നില്ലേ? ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. നിന്റെ സന്നിധാനത്തിൽ അവൻ മനമൊരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ തങ്ങാൻ ഞാൻ അനുവദിച്ചു. അത് നിനക്ക് അറിവുള്ളതാണല്ലോ. അരമന വീട്ടിലെ പ്രേതത്തിന്റെ ശക്തി ഈ നാട്ടുകാർക്കറിയില്ല. അമ്മേ, അവന്റെ രക്തവും ഈ കൈകളിൽ പുരളണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്നെ കാത്തു രക്ഷിക്കണം അമ്മേ. വേണ്ട മുത്തശ്ശ, വേണ്ട. ഞാൻ കാല് പിടിക്കാം മുത്തശ്ശ. പോകരുത് മുത്തശ്ശ. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മുത്തശ്ശ. ആരെന്തു പറഞ്ഞാലും അത് കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. ഞാൻ വിചാരിച്ചത് നടക്കുന്നത് വരെ എന്റെ കൺമുമ്പിൽ വരരുത്, എന്റെ കണ്ണിൽ പെടരുത്. പോ പോ മുത്തശ്ശ. ഇല്ല, ഞാൻ മുത്തശ്ശനെ വിടില്ല, വിടില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മുത്തശ്ശ. അദ്ദേഹം ഒരു പാവ. ഞാനൊരു വാക്ക് പറഞ്ഞ ഈ നാട് വിട്ട് തന്നെ പോയിക്കോളും. അന്യായമായിട്ട് അദ്ദേഹത്തെ കൊല്ലരുത് മുത്തശ്ശ. കാലേന്ന് വിടുന്നുണ്ടോ? ഇല്ല, വിടത്തില്ല. തന്റെ ജീവനെ പോലെ ആ മകനെ കരുതുന്ന അമ്മ മനസ്സറിഞ്ഞ് ശാപം കൊടുത്ത 7 ജന്മങ്ങൾ എടുത്താലും മുത്തശ്ശന് ഞാനും നന്നാവില്ല. അമ്മയുടെ ശാപം അത് പറഞ്ഞെന്നെ തടയാൻ നീ നോക്കണ്ട. 4 വയസ്സുള്ളപ്പോ എന്റെ കൺമുമ്പിലിട്ട് എന്റെ അച്ഛനെ അമ്മയും വെട്ടിക്കൊല്ലുന്നത് ഞാൻ കണ്ടവനാ. അന്നീ നെഞ്ചിലുണ്ടായ തീ ഇപ്പോഴും ആളി കത്തുക. ഓടിയകത്ത്. എത്ര നാള് ഞാൻ കണ്ണീരൊഴിക്കുന്നു നിനക്കറിയാവോ? മരിച്ചുപോയവരുടെ ആത്മാവെന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നടക്കണം. ഇതെന്റെ അവസാനത്തെ ശ്രമമാ. ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല, തോക്കുകയുമില്ല. സത്യമായിട്ട് മുത്തശ്ശൻ തിരിച്ചു വരുമ്പോ ഞാൻ ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടാവില്ല. ഒരുപാട് ഓമനിച്ച് വളർത്തിയ മക്കളില്ലേ എന്റെ അച്ഛനും അമ്മയും, അവരെ പോലെ ഞാനും ഇപ്പൊ എന്റെ ജീവൻ എടുക്കാൻ പോവാ. നോക്ക്, ശരിക്കും കണ്ടോ? ഞാനിവിടെ കത്തിരിയുന്നത് കണ്ടോ? മോളെ, മോളെ, ശിവകാമി, വേണ്ട മോളെ, വേണ്ട ശിവകാമി. മോളെ, എന്ത് കടുങ്കയ്യാ നീ ചെയ്യാൻ പോയത്? നീ മരിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുത്തശ്ശ, അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശ. എന്നോട് ക്ഷമിക്ക്. മോളെ, 19 പേരുടെ രക്തം പുരണ്ട കൈയായത്. രക്തത്തിൽ കുളിച്ച കൈ. നീ പിറന്ന ദിവസം എൻ്റെ അച്ഛനും അമ്മയും സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞതാ, പെൺകുട്ടിയല്ലേ പിറന്നത്, 20 വർഷം തടസ്സമില്ലാതെ പൂജ നടത്തിക്കൊള്ളണമെന്ന്. അങ്ങനെ ചെയ്താ കൈവിട്ടുപോയ അരമന വീട് പേരക്കുട്ടിക്ക് തിരികെ വന്നു ചേരും. നീ ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുമെന്ന്. എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയല്ല, നീ ആ വീട്ടിൽ രാജകുമാരിയെപ്പോലെ കഴിയുന്നത് കാണാനാ ഇത്രയും നാളും ഞാൻ പൂജ നടത്തിയത്. വേണ്ട മോളെ, ഇനി പൂജയും വേണ്ട, ഒന്നും വേണ്ട. വേണ്ട മുത്തശ്ശ, വേണ്ട. അങ്ങയ്ക്ക് വേണ്ടി ഈ പൂജ നടക്കുക എന്ന് വേണം. അതിനുവേണ്ടി ഓരോ വീട്ടുവാതിക്കലും ചെന്ന് ഭിക്ഷ എടുക്കാനും ഞാൻ തയ്യാറാ. ഈ പൂജ ഞാൻ തന്നെ നിന്ന് നടത്തിക്കോളാം. പക്ഷെ വേണ്ടെന്ന് മാത്രം പറയല്ലേ മുത്തച്ഛ. സുന്ദർ, നിന്നെ കണ്ടിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ ഞാൻ വന്നത്. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ ഒന്ന് കാണണമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? ശരി, ഇരിക്കേ. ഇരിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ വന്നത് പൂജ നടത്താൻ നിന്റെ സമ്മതം വാങ്ങുന്നതിന് വേണ്ടിയല്ല. നീ തന്നെ മുൻകൈ എടുത്ത്
പൂജ നടത്തിത്തരണമെന്ന് പറയാനാ. പറ്റില്ലെന്ന് മാത്രം പറയരുത്. നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല. ഇതങ്ങോട്ട് സ്വീകരിച്ചോ. എന്തായി കാണിക്കുന്നത്? ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന നിങ്ങളിങ്ങനെ പറയരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പിടിക്കേ. പൂജ നടക്കണം. നിങ്ങൾ തന്നെ ഗംഭീരമായിട്ട് നടത്തണം. എന്നാ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാനൊരു മുൻകോപിയാണെന്നും മുഴുവനാണെന്നും നാട്ടിലെനിക്കൊരു ചീത്തപ്പേരുണ്ട്. മനസ്സിലൊന്നും ഒളിച്ചു വെക്കാതെ വെട്ടിത്തോർന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത്. ഇനിയിപ്പോൾ ഒളിവും മറയില്ലാതൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ശിവകാമി എൻ്റെ ഭാര്യയായി വരണം. പൂജ കഴിഞ്ഞാലുടൻ എൻ്റെയും ശിവകാമിയുടെയും കല്യാണം നടത്തി തരുമെന്ന് ഇവിടെ വെച്ച് ഇപ്പം തന്നെ ഉറപ്പ് തരണം. പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ നിർബന്ധിക്കില്ല. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഒന്ന് നിൽക്ക്. പൂജ നടക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെയും ശിവകാമയുടെയും കല്യാണം നടക്കണമെന്ന് എനിക്കും നിർബന്ധമാണ്. നാട്ടുകാരെ മുഴുവൻ വിളിക്കണമെന്നില്ല. പ്രധാനപ്പെട്ട കുറച്ചു പേരെ വിളിച്ചാൽ മതി. നാളെ മുഹൂർത്തം കുറിക്കാൻ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുക. വരൂന്ന് പറഞ്ഞിട്ട് പോ. പൂജ നടക്കണ്ടേ? വേണ്ട. ഇങ്ങനെയാണ് ആ പൂജ നടക്കേണ്ടതെങ്കിൽ ആ പൂജ നടക്കുകയേ വേണ്ട. വരാൻ പറയും മുത്തശ്ശ. മുത്തശ്ശ വരാൻ പറയൂ. മുഹൂർത്തവും നാളെ നിശ്ചയിക്കാൻ വരാൻ പറയും മുത്തശ്ശ. വരാൻ പറയും മുത്തശ്ശ.